സോ ഇന്നും ഒരു ബൈ പൊസിഷനാണ് എടുത്തത് ബജാജ് ഫിനാൻസിൽ. ഞാൻ ബൈ ചെയ്ത ലെവല് സി 6086 എൻ്റെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് 20 പോയിൻറ്റ്സ് ആണ്. സ്റ്റോപ്പ് ലോസ് ഞാൻ വെച്ചേക്കുന്നത് 6069 ഓക്കെ. 6069 ഓക്കെ. 16 പോയിൻറ്റ്സ് ആണ് സ്റ്റോപ്പ് ലോസ്. ഇപ്പം തന്നെ നമുക്ക് 1:2 അടുപ്പിച്ച് പ്രോഫിറ്റ് റണ്ണിങ് ആണ്. സോ ഇവിടെ ഒരു കീ ലെവൽ ഉണ്ടായിരുന്നു, അത് ബ്രേക്കായി. സോ 1:2 കിട്ടി. ഇപ്പോൾ ഇത്രയും മൂവ്മെൻറ്റ് കിട്ടിയ സ്ഥിതിക്ക് നമുക്ക് ഇനിയിപ്പോൾ ഇത്രയും വലിയ സ്റ്റോപ്പ് ലോസിൻ്റെ ആവശ്യമില്ല. ഓക്കെ, 1 മിനിറ്റ് ടൈം ഫ്രെയിമിലോട്ട് പോവാം. നമുക്ക് സ്റ്റോപ്പ് ലോസ് കുറയ്ക്കാം. ഓക്കെ, നമുക്കിപ്പോൾ സ്റ്റോപ്പ് ലോസ് 10 പോയിൻ്റ് ആക്കാം. 6076 കുറച്ചും കൂടി കുറയ്ക്കണം. ഓക്കെ, 6 പോയിൻ്റ് സ്റ്റോപ്പ് ലോസ് വയ്ക്കാം. 6079 സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യാം, മോഡിഫൈ ചെയ്യാം. 6079 ഓക്കെ. ഇനിയിപ്പോൾ ഈ സ്റ്റോപ്പ് ലോസ് ഇട്ടായാൽ എനിക്ക് ഇനി ലോസ് വരാനുള്ളത് 300 റുപ്പീസ് മാത്രമേ ലോസ് വരത്തുള്ളൂ. ഇപ്പം നല്ല മൂവ്മെൻറ്റ് വരുന്നുണ്ട്. നമുക്കിപ്പം നല്ല റിസ്ക് റിവാർഡും ആയിട്ടുണ്ട്, 1:2 മേലായിട്ടുണ്ട്. മാക്സിമം റൺ ചെയ്യിപ്പിക്കാം. ഈ ട്രേഡ് എങ്ങനെ പോകും നമുക്ക് നോക്കാം. ഇപ്പോൾ ഓൾറെഡി 1000 റുപ്പീസിന് അടുപ്പിച്ച് പ്രോഫിറ്റ് റണ്ണിങ് ആണ്. ലെറ്റ്സ് സി. സോ അത്യാവശ്യം നല്ല മൂവ്മെൻറ്റ് കിട്ടിയ ഒരു ദിവസമാണ്. നമുക്ക് 4596 രൂപ ഇവിടെ പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. 153 രൂപയോളം പ്രോഫിറ്റ് ബുക്ക് ചെയ്തു. സോ സി, ഞാൻ എക്സിറ്റ് ആയത് കറക്റ്റ് 3 മണിക്കാണ്. 3 മണിക്ക് എക്സിറ്റ് ആയി. അതിനുശേഷം വീണ്ടും നല്ലൊരു മൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൻ്റെ ഒരിക്കലും ഒരു ട്രെൻഡിൻ്റെ ഏറ്റവും ബോട്ടം പോയി ബൈ ചെയ്യാനും പറ്റത്തില്ല, അതുപോലെ തന്നെ ഏറ്റവും എൻഡിൽ പോയിട്ട് സെല് ചെയ്യാനും പറ്റത്തില്ല. ഇടയ്ക്ക് മാത്രമേ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുള്ളൂ. എന്നാലും ഇത് അത്യാവശ്യം നല്ലൊരു ട്രേഡായിരുന്നു. ഞാൻ ചെറിയൊരു സ്റ്റോപ്പ് ലോസിലാണ് കയറിയത്. രാവിലെ ഞാൻ ലൈവായിട്ട് അത് കാണിച്ചതാണ്. ഞാൻ 41 പോയിൻറ്റ്സ് മാത്രമാണ് ഇന്ന് മിസ്സാക്കിയത്. ബാക്കി 150 രൂപയ്ക്ക് മേലെയുള്ള മൂവ്മെൻറ്റ് ഞാൻ ക്യാപ്ചർ ചെയ്യാൻ ഇവിടെ പറ്റിയിട്ടുണ്ട്. സോ എൻ്റെ ആദ്യത്തെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ഏതാണ്ട് 16 പോയിൻറ്റ്സ് ആയിരുന്നു. ഓക്കെ, അപ്പോൾ 16 പോയിൻറ്റ്സിലാണ് ഞാൻ ട്രേഡ് ചെയ്തത്. ഞാൻ എൻ്റെ എടുത്തതിന് ശേഷം ആദ്യം വെച്ച സ്റ്റോപ്പ് ലോസ് 16 പോയിൻറ്റ്സിൻ്റെ ആയിരുന്നു. ഓക്കെ, അപ്പോൾ അത് കുറച്ച് ഒരു മൂവ്മെൻറ്റ് കിട്ടി. 1:2 മേലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ ഞാൻ അത് ട്രെയിൽ ചെയ്തിട്ട് 6 രൂപ സ്റ്റോപ്പ് ലോസിലാണ് ട്രേഡ് ചെയ്തത്. പിന്നെ അത് ഞാൻ ക്ലോസ് ചെയ്ത് 0 റുപ്പീസ് സ്റ്റോപ്പ് ലോസിലാണ് ബാക്കി ട്രേഡ് ചെയ്തത്. സോ എന്തായാലും ഇനിഷ്യൽ റിസ്ക് എന്ന് പറയുന്നത് 16 രൂപയുടെ ആയിരുന്നു. അപ്പോൾ ഞാൻ 30 ക്വാണ്ടിറ്റിയാണ് ബൈ ചെയ്തത്. 6084 നമ്മൾ ബൈ ചെയ്തത്. സോ അവിടെ നിന്നൊരു തിരിച്ചു വന്ന എൻ്റെ സ്റ്റോപ്പ് ലോസ്, ഞാൻ ബൈ എടുത്ത സമയത്ത് തന്നെ ഒരു റീട്രേസ്മെൻറ്റ് വന്നിട്ട് എൻ്റെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയാലും എനിക്ക് അവിടെ വരാവുന്ന മാക്സിമം ലോസ് എന്ന് പറയുന്നത് ഏതാണ്ട് 500 റുപ്പീസിന് താഴെയാണ്. അതായത് 16 × 30 ക്വാണ്ടിറ്റി. ഓക്കെ, അപ്പം 480 റുപ്പീസാണ് എനിക്ക് അവിടെ വരാവുന്ന മാക്സിമം ലോസ് എന്ന് പറയുന്നത്. സോ അവിടെ നിന്ന് എനിക്ക് കിട്ടിയ പ്രോഫിറ്റ് 4596 രൂപയാണ്. നമുക്ക് ഏതാണ്ട് 1:9.37 റിസ്ക് റിവാർഡാണ് ഇവിടെ കിട്ടിയത്. അപ്പോൾ ഈ ഒരു ലോസ് എന്ന് പറയുന്നത് കുറച്ച് നേരത്തേക്ക് മാത്രമേ ഇത് വാലിഡ് ആയിട്ടുള്ളൂ. സോ ഈ ഒരു ഇനീഷ്യൽ ലോസ് ഞാൻ ബൈ എടുത്ത ആ സമയത്ത് തന്നെ ഒരു റിവേഴ്സിൽ വന്നിട്ട് സ്റ്റോപ്പ് ലോസ് ഹിറ്റായാൽ മാത്രമേ ഇത്രയും ലോസ് വരത്തുള്ളൂ. അപ്പോൾ 1:2 മേലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഈ ലോസ് ഇല്ലാതെ ട്രേഡ് ചെയ്യും. ഞാൻ ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. സീറോ ലോസ് സിസ്റ്റം എന്ന് പറഞ്ഞൊരു വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച ചെയ്ത വീഡിയോ ആണ്. അത് യൂട്യൂബിലുണ്ട്. എൻ്റെ ചാനൽ ചെക്കൗട്ട് ചെയ്താൽ നിങ്ങൾക്കത് കാണാൻ പറ്റും. സോ അതനുസരിച്ച് നമ്മൾ ലോസ് ട്രെയിൽ ചെയ്ത് നമ്മൾ ബ്രേക്ക് ഈവൻ അല്ലെങ്കിൽ വളരെ ചെറിയൊരു സ്റ്റോപ്പ് ലോസ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യും. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇന്നും ചെയ്തത്. സോ ഇവിടെ നല്ലൊരു മൂവ്മെൻറ്റ് നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റി. അപ്പോൾ ഈ ഒരു ട്രേഡ് എടുക്കാനുള്ള റീസൺസ് എന്തുകൊണ്ടാണ് ഞാൻ ഇവിടെ ബൈ ചെയ്തതെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ അതിന് മുന്നേ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, പിന്നെ എൻ്റെ ടെലിഗ്രാം ചാനൽ കൂടി ചെക്കൗട്ട് ചെയ്യുക. അപ്പോൾ എന്നത്തെ പോലെ ഈ ഒരു ട്രേഡ് എടുക്കാൻ എനിക്ക് മൾട്ടിപ്പിൾ റീസൺസ് ഉണ്ട്. അപ്പോൾ ഡെയിലി ടൈം ഫ്രെയിം നോക്കുവാണെങ്കിൽ നമുക്ക് ഇന്നൊരു ബ്രേക്ക് ഔട്ട് കാണാൻ പറ്റും. ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ നമുക്കിവിടെ വരയ്ക്കാം. ഓക്കെ, അപ്പോൾ ഇന്നലത്തെ ഒരു ക്യാൻഡിൽ നോക്കുവാണെങ്കിൽ നമ്മൾ ഇന്നലെ ഇവിടെ 2000 രൂപ ഷോർട്ട് ചെയ്തുണ്ടാക്കിയ ദിവസമാണ്. അപ്പം അത് റീട്രേസ് ചെയ്തത് അതിൻ്റെ ഒരു ക്ലോസിംഗ് എന്ന് പറയുന്നത് ഈ ട്രെൻഡ് ലൈനിൻ്റെ മേലെയാണ്. അപ്പോൾ ഇത് ഡിനോട്ട് ചെയ്യുന്നത് ഇന്നത്തെ ഈ ഒരു ഇന്നലത്തെ ഫോൾ എന്ന് പറയുന്നത് അതൊരു റീട്രേസ്മെൻ്റ് ആയിരുന്നു എന്നാണ്, ഒരു റീടെസ്റ്റ് ആയിരുന്നു ആ ഒരു ട്രെൻഡ് ലൈനിൽ. ഓക്കെ, അപ്പോൾ അത് റീസൺ നമ്പർ 1 ഒരു ബുള്ളിഷ് വ്യൂ ആണ്. ബ്രേക്ക് ഔട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു റീട്രേസ്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ അതൊരു ഹെൽത്തി സൈൻ ആണ്. അത് റീസൺ നമ്പർ 1. റീസൺ നമ്പർ 2 എന്ന് പറയുന്നത് 5 മിനിറ്റ് ടൈം ഫ്രെയിം നോക്കുവാണെങ്കിൽ ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ നമുക്ക് വരയ്ക്കാം.
ഓക്കെ, ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത സമയം. സോ ആ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തിട്ട് ഒരു റീടെസ്റ്റ് ഉണ്ട്. ആ റീടെസ്റ്റിലാണ് ഞാൻ എൻട്രി എടുത്തത് 6084. സോ ഇവിടെ നിന്ന് പിന്നെ ഒരു നല്ല മൂവ്മെൻ്റ് ആയിരുന്നു. അപ്പോൾ ഈ 2 റീസണാണ് മെയിനായിട്ട് ഞാൻ എൻട്രി എടുക്കാൻ യൂസ് ചെയ്തത്. നമുക്കിവിടെ ഈ ഒരു പാറ്റേൺ കുറച്ചും കൂടി വ്യക്തമായി വരയ്ക്കുകയാണെങ്കിൽ ഇതൊരു ചാനൽ പാറ്റേൺ ആണെന്ന് മനസ്സിലാവും. ചാനലിൽ നിന്ന് ബ്രേക്ക് ഔട്ടായി, നമ്മൾ ബ്രേക്ക് ഔട്ട് ആയപ്പോഴാണ് എൻട്രി എടുത്തത്. ഞാൻ ആദ്യത്തെ എൻട്രി പ്ലാൻ ചെയ്തത് 60s-ലാണ്, 6060-ലാണ് ഞാൻ ആദ്യം എൻട്രി പ്ലാൻ ചെയ്തത്. ഈ ഒരു റീട്രേസ്മെൻറ്റിലാണ് ഞാൻ എൻട്രി പ്ലാൻ ചെയ്തത്. പക്ഷേ ഞാൻ 9:45 വരെ വെയിറ്റ് ചെയ്തു. 9:45 ആയപ്പോൾ നല്ലൊരു മൂവ്മെൻറ്റ് വന്നിട്ട് ആ ഒരു ബ്രേക്ക് ഔട്ട് നടന്നു. പിന്നെ അപ്പോൾ രണ്ടാമത്തെ എൻട്രി ഞാൻ പ്ലാൻ ചെയ്തത് ഈ റീടെസ്റ്റിലാണ്. അപ്പോൾ ആ ഒരു എൻട്രി നമുക്ക് കിട്ടി. എന്തായാലും നല്ല മൂവ്മെൻ്റ് ആയിരുന്നു. ഞാൻ സ്റ്റോപ്പ് ലോസ് വെച്ചത് 16 പോയിൻറ്റ്സ് ആണ്. ഈ ഒരു ബ്രേക്ക് ഔട്ടിന് തൊട്ട് താഴെയാണ് ഞാൻ സ്റ്റോപ്പ് ലോസ് വെച്ചത്. അപ്പോൾ ഈ ഒരു സ്റ്റോപ്പ് ലോസ് വയ്ക്കാൻ വീണ്ടും റീസൺസ് ഉണ്ട്. റീസൺ എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമുക്കൊരു ട്രെൻഡ് ലൈൻ കാണാൻ പറ്റും. ഈ ഒരു ട്രെൻഡ് ലൈനിൻ്റെ താഴെയാണ് ഞാൻ എൻട്രി എടുത്തതിന് ശേഷം ആ ട്രെൻഡ് ലൈനിൻ്റെ താഴെയാണ് സ്റ്റോപ്പ് ലോസ് വെച്ചത്. ആ ട്രെൻഡ് ലൈൻ മാക്സിമം 1:2 മേലെ വരെ അത് ഹോൾഡ് ചെയ്തു. അപ്പോൾ എൻ്റെ സ്റ്റോപ്പ് ലോസ് വെച്ച് നോക്കുവാണെങ്കിൽ 1:2 വരെ ആ ഒരു ട്രെൻഡ് ലൈൻ ഹോൾഡ് ചെയ്തു. ഹോൾഡ് ചെയ്ത് 1:2 എത്തിയപ്പോൾ ഞാൻ ഈ സ്റ്റോപ്പ് ലോസ് മാറ്റിയിട്ട് ചെറിയൊരു സ്റ്റോപ്പ് ലോസ് 6 പോയിൻറ്റിൻ്റെ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് കുറച്ചും കൂടി റൺ ചെയ്യിപ്പിച്ചു. പിന്നെ അത് നല്ലൊരു മൂവ്മെൻറ്റ് വന്ന സ്ഥിതിക്ക് ഞാൻ ആ ഒരു സ്റ്റോപ്പ് ലോസ് വീണ്ടും ട്രെയിൽ ചെയ്ത് 0 ആക്കി. പിന്നെ മാക്സിമം റൺ ചെയ്യിപ്പിച്ചു. നമ്മൾ ഏതാണ്ട് 150 പോയിൻറ്റ്സിന് മേലെ നമ്മൾ ഇവിടെ പ്രോഫിറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എക്സിറ്റ് ആയ റീസൺ അതും കുറച്ച് നമുക്കിവിടെ ഒരു ഡബിൾ ടോപ്പ് പാറ്റേൺ കാണാൻ പറ്റും. ഇവിടെ ഡബിൾ ടോപ്പ് പാറ്റേൺ ആണ്. അപ്പോൾ ഈ ഒരു പാറ്റേൺ വന്ന സ്ഥിതിക്ക് ഞാൻ വിചാരിച്ചു ഈ ഒരു നെക്ക് ലൈൻ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു റിവേഴ്സൽ വരാനുള്ള ചാൻസസ് ഉണ്ട്. ഇന്ന് എക്സ്പയറി ഡേ ആയതുകൊണ്ടും കൂടി കുറച്ചും കൂടി റിവേഴ്സൽ വരാനുള്ള ചാൻസസ് എനിക്ക് കൂടുതലായിട്ട് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഏതാണ്ട് ഈ ഒരു ലെവലിൽ 3 PM ആയപ്പോൾ ഞാൻ ഈ ഒരു ലെവലിൽ എക്സിറ്റ് ആയത്. ഏതാണ്ട് 153 പോയിൻറ്റ്സ് നമുക്കിവിടെ ബുക്ക് ചെയ്യാൻ പറ്റി. ഓക്കെ, അതാണ് എൻ്റെ എക്സിറ്റ് റീസൺ. എക്സിറ്റ് ആയതിനു ശേഷം വീണ്ടും ആ ഒരു ഡബിൾ ടോപ്പ് ബ്രേക്ക് ചെയ്ത് വീണ്ടും നല്ലൊരു പുഷ് നടന്നു. സോ ഇതൊക്കെയാണ് ഇന്നത്തെ ട്രേഡ് എടുക്കാനുള്ള റീസൺസ്. നല്ലൊരു ട്രേഡായിരുന്നു. 1:9 മേലെ ഇവിടെ റിസ്ക് റിവാർഡ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഈ ട്രേഡ് നേരത്തെ പറഞ്ഞ പോലെ ആദ്യമേ സ്റ്റോപ്പ് ലോസ് ഇട്ടായ വെറും 480 രൂപ മാത്രമേ ലോസ് വരത്തുള്ളായിരുന്നുള്ളൂ. അപ്പോൾ അത് വെച്ച് നോക്കുകയാണെങ്കിൽ നല്ലൊരു റിസ്ക് റിവാർഡാണ്. സോ ഇതൊരു സിസ്റ്റം ട്രേഡിംഗ് ആണ്. സിസ്റ്റം ട്രേഡിങ്ങിനെ പറ്റി കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ടെലിഗ്രാം ചാനൽ ചെക്കൗട്ട് ചെയ്യുക. അവിടെ ഒരു ഫ്രീ ക്രാഷ് കോഴ്സ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ തീർച്ചയായിട്ടും എൻറോൾ ചെയ്യുക. ഫ്രീ ആണ്. അപ്പോൾ തീർച്ചയായിട്ടും അത് ചെക്കൗട്ട് ചെയ്യുക. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.